പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടൈനി പവർ ലൈറ്റ് ആണ്. നമ്മൾ സാധാരണ വലിയ പവർ ലൈറ്റുകൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ടൈനി പവർ ലൈറ്റ് ഇപ്പോൾ പുതുതായിട്ട് സ്റ്റോക്ക് വന്നപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഇപ്പോൾ ഓണം പോലെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇവൻറ്റുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു RGB പവർ ലൈറ്റാണ് ഈ കാണുന്ന ടൈനി പവർ ലൈറ്റ്. ഇതിനകത്ത് നമുക്ക് ബൾബുകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 ബൾബുകളാണുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഓരോ ബൾബും 1.2 വാട്ട്സ് ആണ് വരിക. ആകെ ഇതിൻ്റെ ടോട്ടൽ വാട്ട്സ് വരുന്നത് 76 വാട്ട്സ് ആണ്. ഇതിനകത്ത് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു തിക്നെസ് ഇതിന് വരുന്നുള്ളൂ. മറ്റേ പാറ് കണക്കിന് കുറേ കൂടെ തിക്നെസ് ഇതിൻ്റെ ബാക്കിലോട്ടില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ DMX സെറ്റ് ചെയ്യാനുള്ള ബട്ടണുകൾ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. മെനു അപ്പ് ഡൗൺ എൻ്റർ പോലെയുള്ള ബട്ടണുകൾ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ നമുക്ക് DMX ഇൻപുട്ട് കൊടുക്കാനുള്ള പിന്ന് കാണാം, ഔട്ട്പുട്ട് കൊടുക്കാനുള്ള പിന്ന്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു 2 പിന്നാണ് നമ്മുടെ പ്ലഗിൽ കുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ സ്റ്റാൻഡ് വരുന്നുണ്ട്. സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാനുള്ള സ്ക്രൂവും സ്റ്റാൻഡും വരുന്നത്. ഈ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് ഓഡിറ്റോറിയംസ് ഒക്കെ ഇൻഡോർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. സ്റ്റാൻഡ് കൂടെ സെറ്റ് ചെയ്ത് ഇത് പ്ലഗ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഭിത്തിയിലേക്ക് നമുക്ക് ലൈറ്റ് അടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഹെഡിൻ്റെ ആംഗിൾ നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിനെ നമുക്ക് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ വൈറ്റിൽ സെറ്റ് ചെയ്തിട്ടേക്കാണ്. അത്യാവശ്യം ഈ റൂമിൽ കിട്ടുന്ന രീതിയിൽ ഇതിനെ വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ട്യൂബ് ലൈറ്റും കൂടെ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ട് ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ലൈറ്റ് ചെറുതായിട്ട് വരുന്നുണ്ടെങ്കിലും ഇതിനകത്ത് അത്യാവശ്യം നല്ല വെളിച്ചം നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ റെഡും ഗ്രീനും ബ്ലൂവും മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ ഇട്ടേക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വൈറ്റ് ലൈറ്റ് വരുന്നത്. ശേഷം ഇത് ഫ്ലാഷ് മോഡാണ്. നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നൊരു മോഡാണ്. ശേഷം പിന്നെ നമുക്ക് DMXൻ്റെ മോഡ് ഇവിടെ ഉണ്ട്, D001 എന്ന് പറഞ്ഞിട്ട്. ഇത് കളർ ഫ്ലാഷ് ചെയ്യുന്ന മോഡാണ്. ഇതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സാധാരണ പാറിലുള്ള ഫങ്ഷൻസൊക്കെ തന്നെ ഇതിനകത്തും ഉണ്ട്. ഇതിനകത്തൊരു ഫാനുണ്ട് കൂളിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് കറങ്ങുന്നത് കാണാനായിട്ട് പറ്റും. ഇത് നമുക്ക് റെഡ് മാത്രം കത്തിച്ചിട്ടാൽ മതിയെന്നുണ്ടെങ്കിൽ റെഡിൻ്റെ വാല്യൂ മാത്രം 255ഉം ബാക്കിയെല്ലാം 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റെഡ് മാത്രം കത്തിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ റെഡ് മാത്രമായിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇതിനകത്ത് കത്തിച്ചിടാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇതിനകത്ത് DMX ഒന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ പവർ ലൈറ്റിൻ്റെ ബാക്കിൽ നമ്മൾ D001 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചാനൽ ഓൺ ആക്കിയിട്ടുണ്ട്. DMXൽ നമ്മൾ ഫെയ്ഡർ അപ്പാക്കുമ്പോഴത്തേക്കും റെഡ്, ഗ്രീന്, ബ്ലൂ, പിന്നെ 3 കൂടെ ഒരുമിച്ച് അപ്പാക്കുമ്പോഴത്തേക്ക് നമുക്ക് വൈറ്റ്, അങ്ങനെ നമുക്ക് എല്ലാ കളറുകളും ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻസ് കിട്ടും. ഫ്ലാഷിങ്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ടൈനി പവർ ലൈറ്റ് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. കൊറിയറായിട്ട് എവിടെയാണെങ്കിലും ഇത് അയച്ചു തരാനായിട്ട് കഴിയുന്നതാണ്. മറ്റെന്തെങ്കിലും ഡൗട്ട് ഈ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക.